ഹലോ ഗുഡ് മോർണിംഗ് ഓൾ. ഇനി നമ്മൾ എടുക്കാനുള്ള ചാപ്റ്റർ ദ ഔട്ട്കാസ്റ്റ് ആണ്, റിട്ടൺ ബൈ ശരൺ കുമാർ ലിംബാലെ. ലിംബാലെ, എ മഹാരാഷ്ട്രീയൻ റൈറ്റർ, പോയറ്റ് ആൻഡ് ലിറ്റററി ക്രിട്ടിക്. ദിസ് ഈസ് ഹൗ ഹി ഡിസ്ക്രൈബ്സ് ഹിംസെൽഫ്. ഐ ആം അക്കർമാഷി or half caste. I am condemned, branded illegitimate. He was born as the illegitimate son of a high caste Patel and a poor, landless, untouchable mother in Solapur. He had his higher education at Shivaji University, Kolhapur. He worked as a telephone operator in the postal and telegraph department and an announcer in All India Radio, Sholapur. Then he was appointed as assistant editor and reader at Yeshwantharam Chavan Maharashtra Open University. He is committed to the uplift of the Dalits. About his writing, he said, "For me and for other Dalit writers, writing is a form of rebellion. Our protest is both on the streets and on paper. My words are my weapons." അപ്പോൾ ലിംബാലെ ഒരു മഹാരാഷ്ട്രീയൻ എഴുത്തുകാരനും കവിയും നിരൂപകനൊക്കെയാണ്. അദ്ദേഹത്തിനെ പറ്റി അദ്ദേഹം തന്നെ പറയുന്നത് ഇങ്ങനെയാണ്, അതായത് ഞാനൊരു ഔട്ട്കാസ്റ്റാണ്, ഒരു ജാരസന്തതിയാണ്, അങ്ങനെ ഞാനൊരു കുറ്റക്കാരനായി വിധിക്കപ്പെട്ടവനാണ്. ഒരു ഉയർന്ന ജാതിയിലെ പട്ടേലിനും ഭൂമിയൊന്നുമില്ലാത്ത തൊട്ടുകൂടായ്മയുള്ള ഒരു സ്ത്രീയുമായിരുന്നു അദ്ദേഹത്തിൻ്റെ രക്ഷിതാക്കൾ. അദ്ദേഹം തുടർ വിദ്യാഭ്യാസം നടത്തിയത് ശിവാജി യൂണിവേഴ്സിറ്റി കോലാപൂരിലാണ്. അതേപോലെ അദ്ദേഹം പോസ്റ്റൽ ടെലഗ്രാഫ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു ടെലിഫോൺ ഓപ്പറേറ്ററായിട്ടും ഓൾ ഇന്ത്യ റേഡിയോ ഷോലാപൂരിലെ ഒരു അനൗൺസറായും ജോലി ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം അദ്ദേഹത്തെ യശ്വന്ത്റാവു ചവാൻ മഹാരാഷ്ട്ര ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റൻ്റ് എഡിറ്ററായിട്ടും റീഡറായിട്ടും നിയോഗിച്ചു. ദളിതരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണ് അദ്ദേഹം. തൻ്റെ എഴുത്തിനെ പറ്റി അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: എനിക്കും എന്നെപ്പോലെയുള്ള മറ്റ് ദളിത് എഴുത്തുകാർക്കും എഴുത്ത് ഒരു വിപ്ലവം തന്നെയാണ്. ഞങ്ങളുടെ സമരങ്ങൾ റോഡുകളിലും പേപ്പറുകളിലുമാണ് ഞങ്ങൾ നടത്തുന്നത്. എൻ്റെ വാക്കുകളാണ് എൻ്റെ ആയുധങ്ങൾ. ഇങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഹി ഹാസ് റിട്ടൺ മോർ ദാൻ 40 ബുക്സ്. His best known work in his autobiographical novel Akarmashi, 1984, Limbale defined Dalit literature as not the literature of imaginations, but a literature of atrocities inflicted on the Dalits by high caste Hindus. Dalit studies emerged as a new critical discourse in the second half of the 20th century. The term Dalit was used first time by Mahatma Jyotirao Phule in the 19th century. The term became politically correct because Dr. B.R. Ambedkar and the Dalit Panthers, an activist group. Many books on the Dalit issues came after അക്കർമാഷി. അപ്പോൾ ഒരുപാട് 40-ൽ കൂടുതൽ അല്ലെങ്കിൽ 40ഓളം ബുക്കുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും അറിയപ്പെടുന്ന വർക്കാണ് ആത്മകഥ പോലെ. അദ്ദേഹത്തിൻ്റെ ആത്മകഥ അക്കർമാഷി 1984 ആത്മകഥ പോലെയുള്ള വർക്കാണ് അല്ലെങ്കിൽ നോവലാണ് അക്കർമാഷി എന്ന് പറഞ്ഞത്. ലിംബാലെ ദളിത് സാഹിത്യത്തെ നിർവചിക്കുന്നത് ഇങ്ങനെയാണ്: ഇത് ഭാവനയുടെ സാഹിത്യമല്ല, ഹൈ ക്ലാസ് ഹിന്ദുക്കൾ ദളിതരുടെ മേൽ ക്രൂരമായി അടിച്ചേൽപ്പിക്കുന്ന ചെയ്തികളാണ് ഈ സാഹിത്യം എന്ന്. 20-ാം നൂറ്റാണ്ടിലെ രണ്ടാം പകുതിയിലാണ് ദളിത് ലിറ്ററേച്ചർ എന്ന ഈ ഒരു സാഹിത്യശാഖ രൂപം കൊണ്ടത്. മഹാത്മാ ജ്യോതിറാവ് ഫുലെ ആണ് 19-ാം നൂറ്റാണ്ടിൽ ദളിത് എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചത്. ആ വാക്ക് വേഗം തന്നെ ഒരു സ്വീകാര്യത വന്നു. അതിന് കാരണം ഡോക്ടർ അംബേദ്കർ ദളിത് പാന്തേഴ്സ് എന്ന മൂവ്മെൻ്റാണ് അദ്ദേഹത്തിൻ്റെ, അംബേദ്കറിൻ്റെ.
അതേപോലെ തന്നെ ദളിതരുടെ അവകാശങ്ങൾക്കായിട്ട് പൊരുതുന്ന ഒരു സംഘടനയായിരുന്നു അത്. അക്കർമാഷിക്ക് ശേഷം ദളിത് പ്രശ്നങ്ങളെ പറ്റിയുള്ള വളരെയധികം പുസ്തകങ്ങളൊക്കെ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. അക്കർമാഷി മീൻസ് impure ഓഫ് ബ്ലഡ്. In it, Limbale describes his pathetic situation of not having an identity, a home or a place of belonging. The present extract is the anger-filled narration of an incident of caste discrimination and humiliation that the Dalit children faced during their school life. അപ്പോൾ അക്കർമാഷി എന്ന് പറയുന്നത് അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ ശുദ്ധമായ രക്തത്തിൽ പിറന്നവരല്ല എന്നാണ് അതിൻ്റെ മീനിങ്. അതിൽ ലിംബാലെ അദ്ദേഹത്തിൻ്റെ സ്വത്തുമില്ലായ്മയും അദ്ദേഹത്തിൻ്റെ വീടില്ലാത്തതും സ്ഥലമില്ലായ്മയും ഒക്കെ വിവരിക്കുന്നു. ഈ കഥയിൽ സ്കൂൾ ജീവിതത്തിൽ ഇടയിലും എങ്ങനെയാണ് ദളിതർ വിവേചനം നേരിടുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ടെക്സ്റ്റിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. One day, all the boys and girls from our school were going on a picnic. But we, the Mahar boys, did not know this and so had come to school as usual. Our school bags on our backs. Then our teacher asked us also to go back and get our tiffin. Excited at the thought of being out of school, we ran home like oxen in a race on the third day. അപ്പോൾ ഒരു ദിവസം സ്കൂളിലെ എല്ലാ കുട്ടികളും കൂടി പിക്നിക്കിന് പോയി. പക്ഷേ മഹർ വർഗത്തിൽപ്പെട്ടുള്ള ഞങ്ങൾ പിക്നിക്കിൻ്റെ കാര്യം അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ പതിവ് പോലെ പുറത്ത് ബാഗും തൂക്കി സ്കൂളിൽ വന്നു. അപ്പോഴാണ് ഞങ്ങളുടെ ടീച്ചർ ഞങ്ങളോട് പറയുന്നത് വേഗം വീട്ടിൽ പോയി ഉച്ചയ്ക്ക് കഴിക്കാൻ എന്തെങ്കിലും ഭക്ഷണമായിട്ട് തിരികെ വരാൻ. ഞങ്ങൾക്കാകെ സന്തോഷമായി. ഞങ്ങൾ വീട്ടിലേക്ക് ഓടി. കാളകളെ ആരാധിക്കുന്ന ദിവസമായിട്ടുള്ള കെയർ ഡേയിൽ കാളകൾ ഓടുന്നത് പോലെയാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോയത്, അല്ലെങ്കിൽ വീട്ടിലേക്ക് ഓടിയത്. വി റിട്ടേൺഡ് വിത്ത് അവർ ജോവർ ബക്രി ആൻഡ് ചട്നി ടൈഡ് അപ്പ് ഇൻ ഡേർട്ടി റാഗ്സ് ആൻഡ് ജോയിൻഡ് ദ ഗ്രൂപ്പ് ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ് ഹു വെയർ സ്റ്റാൻഡിങ് ഇൻ റോസ്. Just then, Bivarabi appeared, gripping the stalk of a dry jowar plant. Roughly, she pulled Parsha from his row, making him cry. Bivarabi dragged him off. Parsha wanted to go on the picnic with us, but Bivarabi wouldn't let him. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ പോയിട്ട് ചോളം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ചപ്പാത്തിയും ചട്നിയുമായിട്ട് തിരിച്ചു വന്നു. ഒരു കീറ തുണിയിൽ പൊതിഞ്ഞിട്ടാണ് ഞങ്ങളത് കൊണ്ടുവന്നത്. പോകാൻ റെഡിയായി നിൽക്കുന്ന കുട്ടികളുടെ കൂടെ ഞങ്ങളും ചേർന്നു. അപ്പോഴാണ് ബീവറാബായി ഒരു ജോവർ ചെടിയുടെ തണ്ടുമായിട്ട് അങ്ങോട്ട് വന്നത്. അവർ വരിയിൽ നിന്നിരുന്ന പാർഷിയെ വലിച്ചു മാറ്റി. അവൻ കരയാൻ തുടങ്ങി. ബീവറാബായി അവരെ വലിച്ചു കൊണ്ടുപോയി. ഞങ്ങളുടെ കൂടെ പിക്നിക്കിന് വരാൻ അവന് അനുവാദം ഉണ്ടായിരുന്നില്ല. പാർഷ്യ ഫോളോ മീ ഓർ ഐ വിൽ കിക്ക് യു. Your father has left to dig pits without eating anything. You must take his food to him or he will starve the whole day. He will chop you to pieces when he returns. Come along. Bivarabi was very annoyed at Parsha and she lashed his back, abusing him. അപ്പോൾ ബീവറാബായി അവനെ വിളിക്കുകയാണ്. പുറകെ പാർഷ്യയോട് ചെല്ലാൻ ചെന്നിട്ടില്ലെങ്കിൽ അവരവനെ കാൽ കൊണ്ട് തൊഴിക്കും. അവർ പറഞ്ഞ് പാർഷ്യയുടെ അച്ഛൻ രാവിലെ ഒന്നും കഴിക്കാതെയാണ് കുഴികൾ വെട്ടാനൊക്കെ പോയിട്ടുള്ളത്. അതുകൊണ്ട് പാർഷ്യ അച്ഛന് ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കണം, അല്ലെങ്കിൽ അവൻ്റെ അച്ഛൻ പകൽ മുഴുവൻ പട്ടിണിയായിരിക്കും. വൈകുന്നേരം അച്ഛൻ വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ പാർഷ്യയെ കഷ്ണമാക്കും. പാർഷ്യയെ കൂടുതൽ ചീത്ത പറഞ്ഞതിന് ശേഷം അവർ അവൻ്റെ പുറത്ത് അടിച്ചു. It felt strange to be moving with all the teachers, boys and girls in a single group. Women gathering dry dug cakes watched us admiringly. We were excited. Harya, who was grazing cattle along the banks of the stream, looked restless. His father had taken him away from school and put him to work grazing cattle. Harya was employed on Girmelia's farm.
For his hard work, he received food and 100 rupees a year. Harya's mother didn't even have proper clothes. Most of the time, everyone in his house was only half fed. Now that Harya had started working, he was a longer a burden, but an asset to the family. The question of his bread was solved. There would be his pay at the end of every year. Clothes could be bought now for everyone in the house with that money. As we all passed by in rows, Harya astride buffalo was singing. അപ്പോൾ എല്ലാ ആൺകുട്ടികളെയും പെൺകുട്ടികളുടെയും ടീച്ചേഴ്സിൻ്റെയും കൂടെ അങ്ങനെ ഒരുമിച്ച് പോകുന്നതൊരു റെയർ ആയിട്ടുള്ളൊരു കാര്യമായിട്ട് അസാധാരണമായിട്ട് തോന്നിച്ചു. ഞങ്ങൾക്ക് വളരെ സന്തോഷമായിരുന്നു. ഹാരിയ പശുക്കളെ മേയ്ക്കായിരുന്നു. നദിയുടെ തീരത്ത് ഇരുന്നു കൊണ്ട് അവൻ ഞങ്ങളെ നോക്കി. അവൻ വളരെ അസ്വസ്ഥനായിട്ട് കാണപ്പെട്ടു. അവൻ്റെ അച്ഛൻ അവനെ പഠനം നിർത്തിച്ചതാണ്. എന്നിട്ട് അവനെ ജോലിക്ക് വിട്ടു. ഗിർമല്ലിയുടെ ഫാമിലാണ് അവൻ ജോലി ചെയ്യുന്നത്. അവൻ്റെ കഠിന പ്രയത്നത്തിന് പകരം അവന് ആഹാരവും അതുപോലെ ഒരു കൊല്ലം 100 രൂപയും കിട്ടും. അവൻ്റെ അമ്മയ്ക്ക് നല്ല വസ്ത്രങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ മിക്കവാറും ദിവസങ്ങളിൽ അവൻ്റെ വീട്ടിൽ എല്ലാവർക്കും പകുതി വയറ് നിറയ്ക്കാനേ പറ്റിയിരുന്നുള്ളൂ. ഹാരിയ ജോലി ചെയ്തുകൊണ്ടുള്ള അവന് കുടുംബത്തിനൊരു സഹായമായി മാറി. വർഷത്തിൻ്റെ അവസാനം അവൻ്റെ ശമ്പളം കിട്ടുമ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും വസ്ത്രം വാങ്ങാം. ഞങ്ങൾ അതിലെ കടന്നു പോയപ്പോൾ ഒരു പോത്തിൻ്റെ പുറത്തിരുന്നു കൊണ്ട് അവനൊരു പാട്ട് പാടുകയായിരുന്നു. The tough boys of the group went up the trees, and the other boys and girls ran about all over the place. The girls played pugadi, their teachers' card games. There was great fun and excitement. Too young to participate, I merely watched them from a distance, admiringly them as those dung gathering women had admired us. ഞങ്ങളുടെ ഗ്രൂപ്പിലെ ശക്തിയുള്ള കുട്ടികൾ മരത്തിൽ കയറി കളിച്ചു. മറ്റുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും അവിടെയും ഇവിടെയൊക്കെ ഓടി നടന്നു. പെൺകുട്ടികൾ ഫുഗടി എന്ന കളി കളിച്ചു. ടീച്ചേഴ്സ് ചീട്ട് കളിച്ചു. വളരെയധികം സന്തോഷവും ആഹ്ലാദവും അവിടെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വളരെ ചെറുതായതുകൊണ്ട് ദൂരെ നിന്ന് ഇതെല്ലാം നോക്കി രസിക്കുകയായിരുന്നു. The Vani and Brahmin boys played kabaddi. Being marked as Mahars, we couldn't join them. So, Malya, Ampiriya, Parshya, all from my caste began to play touch and go. We played one kind of game, while the high caste village boys played another. The two games were played separately like two separate whirlwinds. അപ്പോൾ വാണി സമുദായത്തിൽപ്പെട്ടവരും ബ്രാഹ്മിൺ കുട്ടികളും കബഡി കളിച്ചു. ഞങ്ങൾ താഴ്ന്ന സമുദായത്തിലെ മഹർ ആയതുകൊണ്ട് ഞങ്ങൾക്ക് അവരുടെ കൂടെ കളിക്കാൻ പാടില്ലായിരുന്നു. അപ്പം അതുകൊണ്ട് മല്യ ഉംബ്രിയ പാർശ്യ എല്ലാ മഹർ കുട്ടികളും ടച്ച് ആൻഡ് ഗോ എന്നുള്ള കളി, തൊട്ടുകളി. ഞങ്ങൾ താഴ്ന്ന സമുദായത്തിൽ കുട്ടികൾ കളിക്കുന്ന കളികളല്ല ഉയർന്ന സമുദായത്തിലെ കുട്ടികൾ കളിച്ചിരുന്നത്. Play over, we settled down to eat. Boys and girls from the high caste like Vani, Brahmin, Marwani, Muslim, Maratha, Teli, fisherman, goldsmith, and all the teachers, about 100 or so, sat in a circle under a banyan tree. We, the Mahar boys and girls, were asked to sit under another tree. The high caste ones said a prayer before eating, which didn't make any sense to us. അപ്പോൾ കളി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഭക്ഷണത്തിനിരുന്നു. ഉയർന്ന ജാതിയിലെ ആൺകുട്ടികളും പെൺകുട്ടികളും ടീച്ചേഴ്സും ഏതാണ്ട് 100 പേരോളം ഒരു ബനിയൻ ട്രീയുടെ ചുവട്ടിലാണ് ഇരുന്നത്. ആ കൂട്ടത്തിൽ വാണി, ബ്രാഹ്മിൻ, മാർവാടി, മുസ്ലിം, മറാഠ, ഇറ്റലി, മീൻപിടുത്തക്കാർ, സ്വർണ്ണപ്പണിക്കാർ എന്നിവരുടെയൊക്കെ കുട്ടികളുണ്ടായിരുന്നു. മഹർ കുട്ടികളായ ഞങ്ങൾ ആൺകുട്ടികളും പെൺകുട്ടികളും വേറൊരു മരത്തിൻ്റെ ചോട്ടിലാണ് ഇരിക്കാൻ പറഞ്ഞത്. ഉയർന്ന ജാതിയിലുള്ള കുട്ടികൾ ആഹാരം കഴിക്കുന്നതിന് മുൻപേ എന്തോ പ്രാർത്ഥനയൊക്കെ ചൊല്ലി. പക്ഷെ ഞങ്ങൾക്ക് അതിൻ്റെ അർത്ഥമൊന്നും മനസ്സിലായില്ല.
Parsha didn't even have a piece of cloth to tie up his food in, so his bakris were tied with mine. Malia had brought bombly fish. Ambriya had brought only bakri and no chutney. We opened our bundles. The high caste children offered their food to our teachers. This was a variety of fried and tasty food. അപ്പോൾ പാർഷ്യയ്ക്ക് ഭക്ഷണം പൊതിഞ്ഞു കൊണ്ട് പോകാൻ ഒരു കഷ്ണം തുണി പോലും ഇല്ലായിരുന്നു. അതുകൊണ്ട് എൻ്റെ ഭക്ഷണത്തിൻ്റെ കൂടെയാണ് അവൻ്റെ ഭക്ഷണം പൊതിഞ്ഞിരുന്നത്. മല്യ കുറച്ച് ബോംബിൽ മീറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഉംബ്രിയയ്ക്ക് ചോള ചപ്പാത്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ചട്നി ഒന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഞങ്ങളുടെ പൊതികളൊക്കെ കഴിച്ചു. അതേപോലെ ഉയർന്ന ജാതിയിലെ കുട്ടികൾ അവരുടെ ഫുഡൊക്കെ ടീച്ചേഴ്സിനൊക്കെ കൊടുത്തു. അവരുടെ നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള വറുത്തതും പൊരിച്ചതും ഒക്കെ ആയിട്ടുള്ള ഫുഡായിരുന്നു. Even the tree we sat under was tattered like us. Whenever the wind shook its branches, it produced waves of hot air that hit our faces. We sat in its broken shadow. Malya offered us his bombali curry, and in exchange, we offered him our dry bakari as he had not brought any. Dare I offer my chutney bakri to my teacher? Would he eat it? Bakris of the high caste were, of course, of a better quality. Their mothers had given them fried food, whereas we had just pieces of dry bakaris, which were hardly enough to satisfy the cave of hunger. അപ്പോൾ ഞങ്ങൾ ഇരുന്ന മരം പോലും അധികം ഇലകളില്ലാത്ത ഉണങ്ങിയ ഒരു മരമായിരുന്നു. അതിൻ്റെ നിഴൽ പോലും പൂർണ്ണമായിട്ട് ഉണ്ടായിരുന്നില്ല. മല്ലി അവൻ്റെ ബോംബിൽ മീനിൽ നിന്ന് എന്ത് ചെയ്തു, കുറച്ച് ഞങ്ങൾക്കൊക്കെ തന്നു. ഞങ്ങളുടെ ചോള ചപ്പാത്തി അവനും കൊടുത്തു. എൻ്റെ കുറച്ച് ചട്നി ടീച്ചറിന് കൊടുത്താൽ അദ്ദേഹം അത് കഴിക്കുമോ എന്ന് ഞാൻ ആലോചിച്ചു. മേൽജാതിക്കാരുടെ ചപ്പാത്തി നല്ല ഗുണമൊക്കെ ഉള്ളതായിരുന്നു. അതുപോലെ തന്നെ അവരുടെയൊക്കെ അമ്മമാർ ഒരുപാട് പൊരിച്ചതുമൊക്കെ ആയിട്ടുള്ള ഭക്ഷണമായിരുന്നു കൊടുത്തു വിട്ടിരുന്നത്. പക്ഷെ ഞങ്ങളുടെ ഡ്രൈ ബക്കരീസ് തന്നെ ഞങ്ങളുടെ ഗുഹ, അതായത് വിശപ്പാകുന്ന ഗുഹ നിറയ്ക്കാൻ പോലും മതിയാവില്ലായിരുന്നു. മൈ സ്റ്റൊമക്ക് വാസ് ലൈക്ക് എ വെയിറ്റ് ടു ദ ഗ്രേവിയാർഡ് ദാറ്റ് കണ്ടിന്യൂസ്ലി swallows the dead. My mother Musamai used to shout angrily, "What is it? You have a stomach or Akkalkot? There seems to be a gizzard in your stomach. Why don't you go around with a big bowl at your mouth?" I always felt half-fed. Whatever was given I ate greedily, and nothing was ever enough. Everyone in my house needed food, so how could I alone think of eating till I was full? Had searched for every bit of leftover food in the house to make up my tiffin. I felt I had swallowed the whole land and was chewing stones. അപ്പോൾ എനിക്കൊരു വലിയ വയറാണ് ഉണ്ടായിരുന്നത്. എൻ്റെ അമ്മ മാസമായി ദേഷ്യപ്പെട്ടുകൊണ്ട് എന്നോട് പറയുമായിരുന്നു, എനിക്ക് ഒന്നല്ല 2 വയറുണ്ടായിരുന്നു എന്ന്. എൻ്റെ വയറ് എപ്പോഴും പകുതിയെ നിറഞ്ഞിരുന്നുള്ളൂ. വീട്ടിൽ മറ്റുള്ളവർക്കും ഭക്ഷണം കഴിക്കേണ്ടതുണ്ടായിരുന്നുകൊണ്ട് എനിക്കെപ്പോഴും ഭക്ഷണം കിട്ടുകയുണ്ടായിരുന്നില്ല. അതായത് വയറ് നിറയെ ഭക്ഷണം എനിക്ക് കിട്ടില്ലായിരുന്നു. അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് ചോദിക്കുന്നതാണ്, എന്താണ് നിൻ്റെത്, വയറാണോ അതോ അക്കൽക്കോട്ടാണോ എന്ന് ചോദിക്കുമായിരുന്നു. അക്കൽക്കോട്ട് അതൊരു ഗുഹയാണ് കേട്ടോ. അപ്പോൾ വലിയൊരു ഗ്രാമത്തിലുള്ള ഒരു ഇതാണ് അക്കൽക്കോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഫുഡ് വേണ്ടത്ര കിട്ടാത്തത് കൊണ്ട് തന്നെ എനിക്ക് ഈ ലോകം മുഴുവനുമില്ല, അതായത് ഭൂമിയും അതേപോലെ കല്ലുകളൊക്കെ ചവയ്ക്കാനും കഴിക്കാനൊക്കെ തോന്നിച്ചിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്ന് വെച്ചാൽ അത്രയും പട്ടിണിയാണ് സൂചിപ്പിക്കുന്നത്. The high caste girls from our village offered us their curry and bakaris without touching us. The thought that they might have seen our food upset me.
ഐ വാസ് അഷെയിംഡ് ഓഫ് മൈ ഫുഡ് ആൻഡ് ഫെൽറ്റ് ഗിൽറ്റി ഈറ്റിംഗ് ഇറ്റ്. അപ്പോൾ അവർ കൊണ്ടുവന്ന, അതായത് ഉയർന്ന ജാതിയിൽ കൊണ്ടുവന്ന അവരൊക്കെ എന്താ പറയുക, നല്ല ഫുഡൊക്കെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ആ പെൺകുട്ടികൾ അവരിൽ ഉള്ള പെൺകുട്ടികൾ അവരുടെ ചപ്പാത്തിയും കറിയൊക്കെ ഞങ്ങൾക്ക് തന്നു. അങ്ങനെ തരുമ്പോൾ ഞങ്ങളെ തൊടാതിരിക്കാൻ അവർ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. എൻ്റെ ഭക്ഷണത്തെ പറ്റി എനിക്ക് നാണക്കേട് തോന്നി. അത് തിന്നുന്നതിൽ എനിക്ക് കുറ്റബോധവും തോന്നി. The high caste boys and girls from the village were eating together. The girls sat close to the teachers. They were all chatting and we sat like owls watching them. We had before us only the crumbs of bombil with each morsel. I chewed the lips of the laughing girls. At last we finished eating. അങ്ങനെ വില്ലേജിൽ നിന്നുള്ള ഉയർന്ന കുട്ടികളൊക്കെ എന്ത് ചെയ്യും, ഒരുമിച്ചിരുന്നിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. ഒരു ടീച്ചേഴ്സിനൊക്കെ മുട്ടിയൊരുമി ഇരുന്ന് കഴിക്കുന്നത്. അതേപോലെ അവർ ധാരാളം വർത്തമാനമൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഞങ്ങൾ മരച്ചോട്ടിലിരുന്ന് മൂങ്ങകളെ പോലെ അവരെ നിരീക്ഷിച്ചു. അവസാനം ഫുഡൊക്കെ കഴിഞ്ഞു. അപ്പം അങ്ങനെ the teacher asked the high caste boys and girls to collect the leftovers on a piece of paper and give to us. അപ്പോൾ ടീച്ചേഴ്സ് പറഞ്ഞു ബാക്കിയുള്ള ഭക്ഷണങ്ങളൊക്കെ ഒരു പേപ്പറിൽ അത് ശേഖരിച്ചിട്ട് ഞങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് പറഞ്ഞു. ഐ ആൻഡ് പാർഷ്യ ക്യാരീഡ് ദ ബണ്ടിൽ ഓഫ് ലെഫ്റ്റ് ഓവർ ഫുഡ് ഓൺ ദ വേ ബാക്ക്. The high caste boys and girls were laughing and joking, but our whole attention was on the bundle. Malya carried a bundle of bakri on his head and we, the Mahar boys, followed him excitedly like hungry vultures. At last we gathered in Girmalya's farm and opened the bundle. It contained crumbs of different kinds of food and their spicy smell filled in the air. They quartered in a circle and stuffed ourselves greedily. We had never tasted food like that before. We were all really gluttonous. Our stomachs were as greedy as a beggar's sack. അപ്പോൾ ഞങ്ങൾ, അതായത് പാർഷ്യയും തിരിച്ചു പോകുമ്പോൾ ഞാനും പാർഷ്യയൊക്കെ ബാക്കി വന്ന ആഹാരം കെട്ടുകളിലാക്കി കൊണ്ടുപോയി. മല്യയുടെ തലയിൽ ചപ്പാത്തിയുടെ ഒരു കെട്ടുണ്ടായിരുന്നു. ഞങ്ങൾ മഹർ ആൺകുട്ടികൾ അവനെ വിശക്കുന്ന കഴുകന്മാരെ പോലെ പിന്തുടർന്നു. ഗിർമല്യയുടെ ഫാമിലി ചെന്നപ്പോൾ ഞങ്ങൾ ആ പൊതികളൊക്കെ കഴിച്ചു. വട്ടത്തിലിരുന്നു കൊണ്ട് വളരെ ആർത്തിയോടെ ഞങ്ങൾ ആ ഭക്ഷണം കഴിച്ചു. എത്ര നല്ല ഭക്ഷണം ജീവിതത്തിൽ ഒരിക്കൽ പോലും ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അതേപോലെ ഈ ഫുഡ് കൊടുക്കുന്ന സമയത്ത് ഈ ഹൈ ക്ലാസ് ബോയ്സ് അതേപോലെ ഗേൾസൊക്കെ ചിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവർക്ക് അതൊന്നും ആയിരുന്നില്ല ശ്രദ്ധ. ഈ ബാക്കി വന്ന ഫുഡ് ഉണ്ടല്ലോ, അത് മാത്രമായിരുന്നു ഇവരുടെ ശ്രദ്ധ. When I got home, I told my mother all this. Like the victim of a famine, she said, "Why didn't you get at least a small portion of it for me? Leftover food is nectar." Her words made Girmalya's farm quiver in my stomach. അപ്പോൾ വീട്ടിൽ ചെന്നപ്പോൾ അമ്മയോടൊക്കെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അമ്മ ചോദിച്ചു എന്തുകൊണ്ടാണ് ഞാൻ അതിൽ നിന്നും കുറച്ച് അമ്മയ്ക്കും കൂടി കൊണ്ടുവരാതിരുന്നത് എന്ന്. ബാക്കി വന്ന ഭക്ഷണം അമൃതിനെ പോലെയാണ് അമ്മ കണ്ടത്. When I went to school the next day, the teacher had already asked the boys and girls to write an essay on the picnic. The students of the 7th form in particular were busy writing the essay, although I was only in the 3rd form. The teacher had asked us also to write. Both the classes were run in the same room. While the senior boys and girls wrote swiftly, I sat worrying. അപ്പോൾ അടുത്ത ദിവസം സ്കൂളിൽ ചെന്നപ്പോൾ ടീച്ചർ പറഞ്ഞു പിക്നിക്കിനെ കുറിച്ചിട്ടൊരു എസ്സേ എഴുതാൻ. അപ്പോൾ 7ാം ക്ലാസ്സിലെ കുട്ടികളൊക്കെ എസ്സേ എഴുതുന്നതിൽ തിടുക്കം കാട്ടി. അപ്പോൾ ഞാൻ 3ാം ക്ലാസ്സിലായിരുന്നെങ്കിലും ടീച്ചർ ഞങ്ങളോട് ആ എസ്സേ എഴുതാൻ പറഞ്ഞു. അപ്പോൾ 7ാം ക്ലാസ്സും 3ാം ക്ലാസ്സും ഒരേ മുറിയിലായിരുന്നു നടത്തിയിരുന്നത്. മുതിർന്ന കുട്ടികളൊക്കെ പെട്ടെന്ന് എഴുതിയെങ്കിലും ഞാൻ അങ്ങനെ ചിന്തിച്ചു കൊണ്ടേയിരുന്നു. When the teacher noticed me apparently doing nothing, he grew annoyed and shouted, "You son of a bitch, come on,
start writing. You like eating an ox, don't you? I picked up my slate and pencil, spat on the slate, smeared it, and swiped the slate with my shirt, which was already dirty, having been used like his, looked like this so many times before. I didn't know how and what to write. I kept thinking of how we had squatted in the circle under a tree in the forest eating. I remembered the hands of high caste boys and girls offering us their leftovers. The withered tree in whose shade we sat, the bundle of leftovers, the question my mother had asked, and the teacher calling me a son of a bitch and a beef eater. How should I start writing the essay my teacher had asked for? അപ്പം ഞാൻ എഴുതാത്തിരുന്നത് കൊണ്ട് ടീച്ചർ എന്നോട് ദേഷ്യപ്പെട്ടു. എടാ പട്ടിയുടെ മോനെ, സൺ ഓഫ് എ ബിച്ച് എന്നാണ്, എഴുതടാ, നിനക്ക് കാളയെ തിന്നാൻ പറ്റുമല്ലോ അല്ലേ. ഞാനൊരു സ്ലേറ്റും പെൻസിലും എടുത്തു. സ്ലേറ്റിലേക്ക് അല്പം തുപ്പിക്കൊണ്ട് ഞാൻ ആ തുപ്പൽ അതിൽ പരത്തി. പിന്നീട് എൻ്റെ നേരത്തെ തന്നെ മുഷിച്ചിരുന്ന ഷർട്ട് കൊണ്ട് സ്ലേറ്റ് തുടച്ചു. എന്താണ്, എങ്ങനെയാണ് എഴുതേണ്ടത് എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. ഞാൻ ഓർത്തു, ഞങ്ങൾ എങ്ങനെയാണ് ആ ഉയർന്ന ജാതിയിലെ കുട്ടികൾ അവരുടെ ബാക്കി വന്ന ഭക്ഷണം ഞങ്ങൾക്ക് തന്നതും, ഞങ്ങൾ ഇരുന്നതിൻ്റെ മുകളിലുണ്ടായിരുന്ന ഉണങ്ങിയ മരവും, ബാക്കി വന്ന ഭക്ഷണം പൊതിഞ്ഞ ബണ്ടിലുകളും, എൻ്റെ അമ്മ ചോദിച്ച ചോദ്യവും, ടീച്ചർ എന്നെ സൺ ഓഫ് എ ബിച്ച് എന്നും കാളയിറച്ചി തിന്നുന്നവൻ എന്നും വിളിച്ചതും എല്ലാം ഞാൻ ഓർത്തു. ടീച്ചർ എഴുതാൻ പറഞ്ഞ എസ്സേ ഞാനിനി എങ്ങനെയാണ് തുടങ്ങേണ്ടത് എന്ന് പറഞ്ഞിട്ടാണ് കഥ അവസാനിക്കുന്നത്. അപ്പോൾ ഇതിൽ ശരിക്കും പറയുന്നത് അത്രയും ക്രൂരമായിട്ടുള്ള രീതിയിലുള്ള ഒരു എന്താ പറയുക വിവേചനമാണ് ഇവിടെ നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ അത്രയ്ക്കൊക്കെ ആയിരുന്നു പണ്ട് ടീച്ചേഴ്സ് പോലും അങ്ങനെയാണ് ഇവരെടുത്ത് പെരുമാറിയത് എന്നൊക്കെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയത്. ഓക്കെ, അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് കുറച്ച്. ഒബ്ജക്റ്റീവ് ടൈപ്സിലുള്ള ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ വിച്ച് ലാംഗ്വേജ് ആസ് അക്കർമാഷി ഒറിജിനലി റിട്ടേൺ? അക്കർമാഷി ഏത് ഭാഷയിലാണ് ആദ്യം എഴുതിയതെന്ന്? മറാഠി ഭാഷയിലാണ് കേട്ടോ. ടു വിച്ച് കാസ്റ്റ് ഡിഡ് ശരൺകുമാർ ലിംബാലെ ബിലോങ് ടു? ശരൺകുമാർ ലിംബാലെ ഏത് ക്ലാസ്സിൽ പെട്ടയാളാണെന്ന്? മഹറിൽ പെട്ടയാളാണ്. വിച്ച് വാസ് ദ ഗെയിം പ്ലേഡ് ബൈ ദ വാണി ആൻഡ് ബ്രാഹ്മിൻ ബോയ്സ് ഡ്യൂറിങ് ദ പിക്നിക്? വാണി ബ്രാഹ്മിൻ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ കളിച്ചത് ഏത് കളിയാണ്? കബഡിയായിരുന്നു. ഇവർ കളിച്ചതാണെങ്കിലോ ടച്ച് ആൻഡ് ഗോ. വിച്ച് ഗെയിം ഡിഡ് ദ ബോയ്സ് ഓഫ് ദ നരേറ്റേഴ്സ് കാസ്റ്റ് പ്ലേ ഡ്യൂറിങ് ദ പിക്നിക്? ഏതാണ്? ടച്ച് ആൻഡ് ഗോ. ഓക്കെ, അപ്പോൾ ഇതിൽ വരുന്നത് ഫുള്ളും അങ്ങനെയുള്ള കാസ്റ്റ് ഡിഫറൻസ് അല്ലെങ്കിൽ ജാതിയെ കുറിച്ചിട്ടുള്ള വിവേചനമൊക്കെ വരുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസാണ്. നന്നായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യനാണ്. ഓക്കെ, അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ, താങ്ക് യു.